എന്താണ് സർപ്പദോഷം? നാഗദൈവങ്ങളെ എങ്ങനെ പ്രീതിപ്പെടുത്താം? ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥാനത്തിനോ നാശം വരുത്തുന്നത് വഴി സർപ്പദോഷം ഉണ്ടാകുന്നതാണ്. അൽപായുസ്, വംശനാശം, മഹാരോഗം, ദാരിദ്ര്യം, ഭ്രാന്ത്, സന്താനമില്ലായ്മ എന്നിവയൊക്കെ ഇതിൻ്റെ ദോഷഫലങ്ങളാണ്. സർപ്പദോഷ നിവാരണത്തിനായുള്ള പ്രധാന വഴിപാടാണ് സർപ്പബലി. നൂറുപാലിൽ നിവേദിക്കുക, മുട്ട, പുറ്റി, സർപ്പവിഗ്രഹം എന്നിവ സമർപ്പിക്കുക എന്നൊക്കെയുള്ളത്. കേരളത്തിൽ മണ്ണാറശാല, പാമ്പുമേക്കാട്ട് എന്നിവയൊക്കെ വളരെ പ്രസിദ്ധമായ നാഗക്ഷേത്രങ്ങളാണ്. സർപ്പബലി എല്ലാ ദിവസവും നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരേയൊരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിലാണ് ക്ഷേത്രമെങ്കിലും നാഗദൈവങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കും വളരെയേറെ പ്രസിദ്ധമാണ് ഈ അത്ഭുത ക്ഷേത്രം. ഇവിടെ മുട്ട സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങളെല്ലാം ഒഴിവാകും എന്നുള്ളത് നേരിട്ട് എനിക്ക് തന്നെ അനുഭവമുള്ള കാര്യമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം, അത് ശരിക്കും അമ്പാടിയിൽ എത്തിയ അനുഭവം ഉണ്ടാക്കുന്നതാണ്. രാവിലെ അവിടെ നിന്ന് ലഭിക്കുന്ന പായസവും കഞ്ഞിയും ആ ഒരു ദിവസത്തെ മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും. ഇങ്ങനെയുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.